ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എത്ര ബ്രേക്ക്ഫാസ്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കാട്ടോ. ഇന്ന് ഞാൻ വലിയ ബിരിയാണി ചെമ്പിലാണ് എഗ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് എഗ് കറിയും ഇടിയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ സമയം 7:30 ആയിട്ടുണ്ട്. ആദ്യത്തെ ഓർഡർ 7 o'clock പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. പെട്ടെന്ന് ഇടിയപ്പവും കറിയൊക്കെ റെഡിയാക്കി അതങ്ങ് പാക്ക് ചെയ്ത് കൊണ്ടു കൊടുത്തു. കാരണം ഷൂട്ട് ചെയ്യാൻ നിന്നാൽ 7 o'clock എനിക്ക് അത് അവിടെ എത്തിക്കാനായിട്ട് പറ്റൂല. അപ്പൊ ഇപ്പൊ നമ്മൾ എത്ര എണ്ണം പാക്ക് ചെയ്തു? ഇപ്പൊ നമ്മൾ 3 എണ്ണമാണ് പാക്ക് ചെയ്തത് അല്ലേ? ഇപ്പൊ 3 എണ്ണം കൂടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 6 എണ്ണമായി. പിന്നെ 7 o'clock ഞാൻ രാവിലെ ഒരു പ്ലേറ്റ് ആണ് കൊടുത്തത്. അപ്പൊ 7 എണ്ണമാണ് ഇപ്പൊ നമ്മൾ റെഡിയാക്കിയത്. ഇനിയിപ്പോ എല്ലാത്തിലും കൃത്യമായിട്ട് ഫ്ലാറ്റ് നമ്പേഴ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഞാൻ ഇന്ന് ഡെലിവറിക്ക് പോകുന്നതൊന്നും തന്നെ നിങ്ങളെ കാണിക്കുന്നില്ല. എത്രത്തോളം ഓർഡേഴ്സ് നമുക്ക് വരാറുണ്ട് ഏകദേശം എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് പാക്കിംഗ് മാത്രം കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഞാനുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കണേ. അപ്പൊ ഇതിനകത്ത് മാത്രമാണ് ഞാൻ ഡെലിവറി ചെയ്യുന്നത് കേട്ടോ, പുറത്തോട്ടൊന്നും ഇല്ല. അപ്പം ഇവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പൊ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് അത്ര അറിയില്ല കേട്ടോ. ലൈസൻസ് വേണോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലൈസൻസ് വേണം കേട്ടോ. നാട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം. ഇവിടെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഫുഡ് ഗ്രൂപ്പ്സിന്റെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്താണ് നമ്മൾ ചെയ്യണത്. അങ്ങനെ 2 എണ്ണം കൂടെ പാക്ക് ചെയ്തു. അപ്പം 7+2 അങ്ങനെ ടോട്ടൽ 9 എണ്ണമാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്തത്. ഞാനിവിടെ 2 സെറ്റ് ബ്രേക്ക്ഫാസ്റ്റും കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കവറിലിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ടോട്ടൽ 11 എണ്ണം ആയല്ലേ. ഞാൻ വലിയ ചെമ്പിൽ എഗ് കറി ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്രത്തിൽ നമ്മൾ കറി ആക്കുന്ന സമയത്ത് ഒരു 10, 16, 17 ഒക്കെ ഓർഡേഴ്സ് നമുക്ക് എടുത്തു കഴിയുമ്പോൾ പിന്നെ ഓർഡേഴ്സ് വരുമ്പോൾ നമ്മൾ ഓർഡർ ക്ലോസ്ഡ് ആയി എന്ന് നോർമലി പറയുക ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ മാക്സിമം വരുന്ന ഓർഡേഴ്സ് അത്രയും എടുക്കാം എന്നുള്ള ഒരു ഡിസിഷനിലാണ് ഇത്രയും കറിയൊക്കെ ആക്കിയത് കേട്ടോ. മാത്രമല്ല നിങ്ങളെ അത് കാണിച്ചും കൂടെ തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയും ഓർഡേഴ്സ് മാക്സിമം നമ്മൾ എടുക്കുന്ന സമയത്ത് എനിക്ക് ഡെലിവറിക്ക് പോകുന്നതും ഒക്കെ എല്ലാം കൂടെ അങ്ങ് ഷൂട്ട് ചെയ്യാനുള്ള ടൈമും ഇല്ല. അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കാത്തത്, ജസ്റ്റ് പാക്കിംഗ് മാത്രം. അപ്പൊ അതേ 4 എണ്ണം കൂടെ പാക്ക് ചെയ്തു. 11+4 അല്ലെ 15 എണ്ണം ആയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് ഡെലിവറീസ് കുറവാണ്. കാരണം ലീവ് ആയതുകൊണ്ട് എല്ലാവരും ലേറ്റ് ആയിട്ടൊക്കെയാണ് എഴുന്നേക്കുക. ഒരു 8:39 ആ ടൈമിലാണ് മാക്സിമം ഓർഡേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ. 4 എണ്ണം കൂടെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 15+4 19 ആയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ എന്റെ കൂടെ അമ്മയും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഓർഡേഴ്സ് എടുക്കാൻ പറ്റിയത്. കാരണം ഡെലിവറിക്ക് പോയി വരുമ്പോഴത്തേന് അമ്മ നെക്സ്റ്റ് ബാച്ച് ഓഫ് ഇടിയപ്പം അല്ലെങ്കിൽ എന്താണോ അത് ഉണ്ടാക്കി വെക്കും. ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് മാക്സിമം എടുത്തത് എനിക്ക് തോന്നുന്നു 17 ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഒറ്റയ്ക്കാവുന്ന സമയത്ത് ശ്വാസം വിടാൻ സമയമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഞാൻ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറിക്കുള്ളത് പാക്ക് ചെയ്യും, എന്നിട്ട് അടുത്ത ബാച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പോയി ഡെലിവറി ചെയ്യും, എന്നിട്ട് തിരിച്ചു വരും. അപ്പോഴത്തേന് ലോ ഫ്ലെയിമിലാണെങ്കിൽ കൂടെ അത് കുക്കായിട്ടുണ്ടാവും. ഇനി 4 എണ്ണം കൂടെ പാക്ക് ചെയ്യാണ്. അപ്പൊ 19+4 23 അല്ലെ. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ 11 o'clock ശേഷം അത്രയും ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്ന 2 പേരുടെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സത്യത്തിൽ ഷൂട്ട് ചെയ്യാൻ മടിയായി. അപ്പൊ 23+2 25 സെറ്റ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്തു.